ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പെൻസിലിന്റെ ഓർമ്മ. ഒരു ചെറു ഗ്രാമത്തിലെ സ്കൂളിൽ ആദിൽ എന്ന് പറയുന്ന ഒരു 5ാം ക്ലാസ്സുകാരൻ ഉണ്ടായിരുന്നു. അതേ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ പുതിയ പേനകളും സ്കെയിലുകളും റബ്ബറുകളും എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ആദിലിന്റെ കയ്യിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴും പഴയ പെൻസിലും വൃത്തികേടായ പുസ്തകങ്ങളും കൊണ്ട് വന്നിരിക്കും. ഒരു ദിവസം അധ്യാപകൻ പറഞ്ഞു, നാളെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ പഠനോപകരണങ്ങൾ കൊണ്ടുവരിക. എല്ലാവരും തഴച്ച പേനകളും കളർ പേപ്പറുകളും കൊണ്ടുവന്നു. ആദിൽ അവന്റെ പക്കലുള്ള പഴയ ചെറുതായി കുത്തിയിട്ടുള്ള പെൻസിലുമായിട്ടാണ് വന്നിരുന്നത്. അധ്യാപകൻ ചോദിച്ചു, ഇത് ആരാണ് കൊണ്ടുവന്നത്? ആദിൽ കൈ ഉയർത്തി. എനിക്ക് എല്ലാം പഠിപ്പിച്ചു തന്നത് ഈ പെൻസിലാണ് സാർ, അതുകൊണ്ട് എനിക്ക് ഇതാണ് ഇഷ്ടം. അധ്യാപകൻ മന്ദഹാസത്തോടെ പറഞ്ഞു, നമുക്ക് ഉപകരണത്തിന്റെ ഭാവനയോ വിലയോ അല്ല, അതിന്റെ യാത്രയുടെ കണക്കാണ് പ്രധാനമാകുന്നത്. ക്ലാസ് മുഴുവനും ആദിലിനെ നോക്കി ചെറു സങ്കല്പത്തോടെ മിണ്ടാതെ ഇരുന്നു. അതുവരെ അവനുള്ള അവഗണന മാറി. എല്ലാവരും ആദിലിന്റെ സുഹൃത്തുക്കളായി മാറി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം അറിയാമോ? സത്യസന്ധതയും മനസ്സിന്റെ ആത്മാർത്ഥതയും എപ്പോഴും മറ്റു വഴിയേക്കാൾ ഉയർന്നതാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്